പറഞ്ഞ കാര്യം എന്തായാലും കൂടെ ജോയിൻ ചെയ്യട്ടെ. ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കയറിക്കോട്ടെ. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് നേരത്തെ കയറി എല്ലാരും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഫൈൻ പൗഡറിന്റെയും ഗ്രാനുലിന്റെയും വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഫൈൻ പൗഡർ നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തു, നമുക്കൊരു ഡിസ്കഷനിൽ കൂടെ പോകാം, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും, നിങ്ങൾക്ക് ഉറക്കം വരും. ഓക്കെ, സോ അപ്പൊ ഫൈൻ പൗഡർ ആണോ നല്ലത്, ഗ്രാനുവൽ ആണോ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ നല്ലത് എന്ന് പറഞ്ഞേ. ഫൈൻ പൗഡർ ആണോ ഗ്രാനുവൽ ഉണ്ടാക്കാൻ നല്ലത്, മീൻസ് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ നല്ലത്, ഗ്രാനുവൽ ആണോ, ഏതാ നല്ലത്? ഗ്രാനുവൽ. ഓക്കെ, ക്ലിയർ ആണോ? ഗ്രാനുവൽ ആണ് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ നല്ല സാധനം. ഓക്കെ, 3 മെത്തഡാ ഉള്ളത്: മോയിസ്റ്റ് ഗ്രാനുലേഷൻ, ഡ്രൈ ഗ്രാനുലേഷൻ, ഗ്രാനുൾസ് ബൈ പ്രിലിമിനറി കംപ്രഷൻ. ഓക്കെ, മോയിസ്റ്റ് ആകുമ്പോൾ നമ്മളൊരു ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്യും, ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഒന്നും ആഡ് ചെയ്യൂല, സ്ലഗിങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ എന്താ പറയാ ഡ്രഗ് ഈ മോയിസ്റ്റ് കൊണ്ട് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ലാർജ് ഒരു മാസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പീസിന് ബ്രേക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഇനി അടുത്ത ഫോർമുലേഷൻ ആ പറയുന്നത്, എക്സിപിയൻസ് യൂസ്ഡ് ഇൻ ഫോർമുലേഷൻ ഓഫ് ടാബ്ലറ്റ്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഡൈല്യൂവന്റ്, ഗ്രാനുലേറ്റിംഗ് ഏജന്റ്, ബൈൻഡിങ് ഏജന്റ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്, ലൂബ്രിക്കന്റ്, അഡ്സോർബന്റ്, കളറിങ്, ഫ്ലേവറിങ്, സ്വീറ്റനിങ്. ഡൈല്യൂവന്റ് അറിയാലോ, ഒരു സാധനം നമുക്കിപ്പോ 100% ആയിട്ടില്ല എങ്കിൽ 100% ആക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡിസയേർഡ് ക്വാണ്ടിറ്റിയിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈല്യൂവന്റ്. അപ്പൊ ഡൈല്യൂവന്റ് എന്താണ്? യൂസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് എ ടാബ്ലറ്റ് where the quantity of the medicament in each of the tablet is very small and it is not possible to prepare a good tablet. Okay, അപ്പം ഈ എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ടോസ്, സുക്രോസ്, സോഡിയം ക്ലോറൈഡ്, ഡെക്സ്ട്രോസ്, സ്റ്റാർച്ച്, മാനിറ്റോൾ, സോഡിയം, ദെൻ സോർബിറ്റോള്, ഡൈബേസിക് കാൽസ്യം ഫോസ്ഫേറ്റും, അതേപോലെ
കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ഇതെല്ലാം ഡൈല്യൂവന്റ്. അപ്പൊ ഡൈല്യൂവന്റ് എന്താ ചെയ്യുന്നത്? ഡിസൈർഡ് ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റുന്ന ആളാണ് ഡൈല്യൂവന്റ്. നെക്സ്റ്റ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ്. ഗ്രാനുലേറ്റിംഗ് ഏജന്റ് എന്താ ചെയ്യുന്നത്? ഒരു പൗഡറിനെ ഗ്രാന്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏജന്റ് ആണ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് water, alcohol, mucilage of starch, then mucilage of acacia, mucilage of ragakant, gelatin solution, isopropyl alcohol, acetone ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പം ഗ്രാനുലേറ്റിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾ എന്താണ്? ഗ്രാനുലേറ്റിംഗ് ഏജന്റ് എന്താണ്? ഗ്രാനുൾ ആക്കാൻ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ്. ഓക്കെ, സോ ഒരു ഫൈൻ പൗഡർ ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനത്തിനെ ഗ്രാനുൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ്. ഓക്കെ, സോ ഒരു പ്രോപ്പർ മോയ്സ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈൻ പൗഡറിനെ നമുക്കൊരു മാസ് ആക്കി മാറ്റാൻ പറ്റില്ലേ? അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന പരിപാടി അത്ര തന്നെ വിചാരിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇവനെ ഒരു സ്യൂട്ടബിൾ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സീവിന്റെ അകത്തൂടെ പാസ് ചെയ്യും. അത് മാത്രമേ ഗ്രാനുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് വാട്ടർ ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, ആൽക്കഹോൾ ഉപയോഗിക്കാം, മ്യൂസിലേജ് ഓഫ് സ്റ്റാർച്ച്, മ്യൂസിലേജ് ഓഫ് അക്കേഷ്യ, മ്യൂസിലേജ് ഓഫ് റഗാന്ത്, ജെലാറ്റിൻ, ഐസോപ്രോപ്പയോൾ, ആൽക്കഹോൾ, അസെറ്റോൺ ഇവരെല്ലാരെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്. എന്താ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്? വയറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ സാധനം ബ്രേക്ക് ചെയ്ത് പൗഡർ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറണം. അതാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്. ഓക്കെ, സോ സബ്സ്റ്റൻസസ് വിച്ച് ആർ ആഡഡ് ടു ദി ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു അഷ്യൂർ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ടാബ്ലറ്റ്. പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ സ്വോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓറൽ ടാബ്ലറ്റോ സബീംഗോയ് ടാബ്ലറ്റിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസിൻറ്റഗ്രേറ്റ് ഏജന്റ്സ് ആഡ് ചെയ്യാം. പക്ഷെ ഈ നമ്മൾ പറഞ്ഞു ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് വേണ്ടാത്ത സാധനങ്ങൾ ഏതൊക്കെയാ? ബക്കല്, ചൂവബിള് ഒന്നും ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് വേണ്ട. ഇനി ബൈൻഡിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രാനുൾ എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിച്ച് ടാബ്ലറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ബൈൻഡിങ് ഏജന്റ്. ദേ ആർ യൂസ്ഡ് ഇൻ ഗ്രാനുലേഷൻ ടു പ്രൊവൈഡ് പ്രോപ്പർ സ്ട്രെങ്ത് ടു ദ ഗ്രാനുൾസ് ആൻഡ് ടു മേക്ക് ദ ഗ്രാനുൾ ആഫ്റ്റർ കംപ്രഷൻ. എക്സാമ്പിൾ എന്താണ്? ബൈൻഡിങ് ഏജന്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗം അക്കേഷ്യ പൗഡർ, gum tragacan, gelatin, sucrose, methyl cellulose, etc. Okay, so binding agent example ആണ് gum acacia powder, gum tragacan, gelatin, sucrose, methyl cellulose. Okay, ഈ എക്സാമ്പിൾ എല്ലാത്തിനെയും പഠിക്കണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് നമ്മൾ പറഞ്ഞില്ലേ. ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് എന്താണ്? ടാബ്ലറ്റിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നതാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്. ഓക്കെ, ഇത് 3 രീതിയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ വീർത്തിട്ട് പൊട്ടാം, സ്വെല്ലിങ്, അതായത് ഈ എന്താ പറയാ, ഇങ്ങനെ അത് പറഞ്ഞു തരിക, പുളിക്കുക എന്നൊരവസ്ഥയില്ല, അത് തന്നെ. ഈ വെള്ളം അല്ലെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്തുകൊണ്ട് അത് സ്വെല്ല് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അതിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, പൊട്ടറ്റോ സ്റ്റാർച്ച്, ബെൻഡനൈറ്റ്, മൈ സ്റ്റാർച്ചോ, വീറ്റ് സ്റ്റാർച്ചോ ഒക്കെ. ഇനി അടുത്ത് എഫർവെസൻസ് ഉണ്ടാക്കിയിട്ടും ചെറിയ പാർട്ടിക്കിൾസ് ആവാം. ഓക്കെ, അതും ഡിസിൻറ്റഗ്രേറ്റിംഗ് എക്സാമ്പിൾ ആണ് സോഡിയം ബൈകാർബണേറ്റ്, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് ഒക്കെയാണ് എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ, കൊക്ക ബട്ടർ. ഓക്കെ, ഇനി അടുത്ത ലൂബ്രിക്കന്റ്. ലൂബ്രിക്കന്റ് എന്താ? നമ്മൾ ഡൈയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡൈയിൽ നിന്ന സാധനം വിട്ടു വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കന്റ്. സബ്സ്റ്റൻസ് ദാറ്റ് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടാബ്ലറ്റ് ആൻഡ് ദ ഡൈ വാൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂബ്രിക്കന്റ് എന്ന് വിളിക്കുന്നത്. ഇഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തട്ടിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്? വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാറുണ്ട് അല്ലെ? സെയിം ആണ് ലൂബ്രിക്കന്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് ടാൽക്ക്, മഗ്നീഷ്യം സ്റ്റീറേറ്റ്, കാൽസ്യം സ്റ്റീറേറ്റ്. ഓക്കെ, ഇനി ലൂബ്രിക്കൻസ് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഗ്ലൈഡന്റ്. ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്ലൈഡന്റ്. ഓക്കെ, അത് ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിനെ ഇവ പുട്ടുകുടത്തിലേക്ക് ഇടുന്നത് പോലെ ഈ ഗ്രാന്യൂളിനെ നമ്മൾ ഇട്ടു കൊടുക്കണം അല്ലെ? അപ്പൊ നല്ല രീതിയിൽ ഫ്ലോ ചെയ്താലല്ലേ അതൊരു നല്ല ഗ്ലൈഡൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആൾക്കാരെയൊക്കെ തന്നെയാ ടാൽക്ക്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം സ്റ്റീറേറ്റ്, ബോറിക് ആസിഡ്, സ്റ്റാർച്ച്, കാൽസ്യം സ്റ്റീറേറ്റ്. ഇനി ആന്റി അഡ്ഹസീവ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പാടില്ല, അതാണ് ആന്റി അഡ്ഹസീവ് ഏജന്റ്. എക്സാമ്പിൾ ലിക്വിഡ് പാരഫിൻ, മഗ്നീഷ്യം സ്റ്റീറേറ്റ്, സ്റ്റീറിക് ആസിഡ് ഒക്കെയാണ് ആന്റി അഡ്ഹസീവ് ആയിട്ടുള്ള ഏജന്റ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് അഡ്സോർബിംഗ് ഏജന്റ്. സോ അഡ്സോർബിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്?
to absorb volatile oil, liquid extract, tincture, etc. And they are included in the formulation of tablet. അപ്പം absorbing agent example ആണ് magnesium carbonate, kaolin, starch. അടുത്ത ഏജന്റ് ആണ് കളറിംഗ് ഏജന്റ്. എന്തിനാ കളറിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നത്? കളർ കൊടുക്കാനായിട്ട്, അതിന്റെ ഭംഗി എലഗൻസ് കൂട്ടാനായിട്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്തിനാ കൊടുക്കുന്നത്? ഒരു ടേസ്റ്റ് വരാനായിട്ട്. ചൂവബിള്, ലോസൻജസ്, എഫർവസന്റ് ടാബ്ലറ്റിനൊക്കെ ഒരു ഫ്ലേവർ വേണം അല്ലെ? അപ്പൊ വെള്ളത്തിലിട്ട് ഒരു വാട്ടർ ഡിസോൾവ് ആയി, ടാബ്ലറ്റ് ഡിസോൾവ് ആയ വാട്ടർ ഫോമിലായാലും കുടിക്കണമെങ്കിൽ ഒരു സ്വാദ് വേണം അല്ലെ? സ്വീറ്റനിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ടേസ്റ്റ് ഓഫ് ദ ടാബ്ലറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ കളറിംഗ് ഏജന്റും ഫ്ലേവറിംഗ് ഏജന്റും ഒക്കെ FDA അപ്രൂവ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ FDC ഡൈസ് ആയിരിക്കും നമ്മൾ ഫുഡ്, ഡ്രഗ് ആൻഡ് കളറില് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എക്സാമ്പിൾസും കൂടെ നോക്കാം. FD ആൻഡ് C ഡൈസ് ആയിരിക്കും നമ്മൾ കളറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലേവേഴ്സും വോളറ്റൈൽ ഓയിലും ആയിരിക്കും. സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സുക്രോസ്, ലാക്ടോസ്, മാനിറ്റോള്. സ്വീറ്റനിങ് ഏജന്റ് ലൈക് സാക്കറിൻ, സൈക്ലമേറ്റ്. ഓക്കെ, സാക്കറിനും സൈക്ലമേറ്റും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് നമ്മൾ സാക്കറിനും സൈക്ലമേറ്റും ഒക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? സുക്രോസ്, ലാക്ടോസ്, മാനിറ്റോൾ ഒക്കെയാണ് ഇപ്പോ ഉപയോഗിക്കുന്നത്. അടുത്ത കംപ്രഷൻ ഓഫ് ഗ്രാന്യൂൾ ഇൻടു ടാബ്ലറ്റ്. ഓക്കെ, കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഗ്രാന്യൂളിനെ കംപ്രസ് ചെയ്ത് ടാബ്ലറ്റ് ആക്കുന്ന മെഷീനാണ് ടാബ്ലറ്റ് മേക്കിംഗ് മെഷീൻ. ഓക്കെ, സോ ഒന്നെങ്കിൽ സിംഗിൾ പഞ്ച് മെഷീൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മൾട്ടി പഞ്ച് ഉപയോഗിക്കാം, റോട്ടറി ടാബ്ലറ്റ് മെഷീൻ ഉപയോഗിക്കാം, ഡ്രൈ കോട്ട ടാബ്ലറ്റ് മെഷീൻ ഉപയോഗിക്കാം. ഞാൻ ഓരോന്നും പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. കുറച്ചേ ഉള്ളൂ, വേഗം തീരും. ഓക്കെ, സോ ഇതിനകത്ത് ടാബ്ലറ്റ് ഫസ്റ്റ് വൺ സിംഗിൾ പഞ്ച് മെഷീൻ. ആ വേർഡ് തന്നെ സിംഗിൾ പഞ്ച് മെഷീൻ. അപ്പൊ കംപ്രഷൻ ഇവിടെ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് എമൗണ്ട് ഓഫ് ഗ്രാന്യൂൾ എടുക്കുക, ഡൈയിൽ വെക്കുക, എന്നിട്ട് ലോവർ പഞ്ചും അപ്പർ പഞ്ചും കൂടെ ചേർത്ത് ഒരുമിച്ച് കംപ്രസ് ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ടാബ്ലറ്റ് ആണ് നമുക്ക് സിംഗിൾ പഞ്ച് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാർജ് സ്കെയിലിൽ നമുക്ക് ഒരിക്കലും സിംഗിൾ പഞ്ച് ഉപയോഗിക്കാൻ പറ്റില്ല. സ്മോൾ സ്കെയിലിൽ മാത്രമേ സിംഗിൾ പഞ്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലാർജ് സ്കെയിലിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോട്ടറി മെഷീൻ 70 സെറ്റ് ഓഫ് ഡൈ ഉണ്ട്. ഒരു മിനിറ്റിൽ നമുക്ക് 1200 വരെ എന്ത് ചെയ്യാം? ടാബ്ലറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? സോറി. ഓക്കെ, ഞാൻ കംപ്രഷൻ ഓഫ് എ ഗ്രാന്യൂൾസ് ആണ് പറയുന്നത്. ടാബ്ലറ്റിലേക്ക് പറയാം. ഫസ്റ്റ് വൺ സിംഗിൾ പഞ്ച് ടാബ്ലറ്റ് മെഷീൻ പറയാം. അവിടെ ഒരു ഹോപ്പർ ഷൂ ഉണ്ടാവും. പുട്ടുകുടത്തിലേക്ക് പുട്ടിട്ട് കൊടുക്കുന്ന പോലെ ഒരു ഹോപ്പർ ഷൂ ഉണ്ടാവും. പിന്നെ ഒരു ലോവർ പഞ്ചും ഉണ്ടാവും, അപ്പർ പഞ്ചും ഉണ്ടാവും. ഇടിയപ്പം കടിച്ചിട്ട് ഇടിയപ്പത്തിന് മുകളിൽ ഒരച്ചും താഴെ ഒരച്ചും ഉണ്ടാവും അല്ലെ? സോ ആ ലോവർ പഞ്ച് ഉണ്ടാവും, ഒരു അപ്പർ പഞ്ച് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എല്ലാം കുക്കിങ്ങുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നതെന്ന്. പക്ഷേ നിങ്ങൾ പഠിക്കണമെങ്കിൽ വേഗം പഠിക്കും. സോ ലോവർ പഞ്ചും അപ്പർ പഞ്ചും ഉണ്ടാവും. പിന്നെ ഇടിയപ്പത്തിന്റെ അച്ഛനൊരു കപ്പാസിറ്റി റെഗുലേറ്റർ ഉണ്ടല്ലോ. അതായത് ഇന്ന സ്ഥലം വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിറയ്ക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നിറച്ചാൽ നമുക്ക് അതിനെ കറക്കാൻ പറ്റില്ല. സോ ഒരു കപ്പാസിറ്റി റെഗുലേറ്റർ ഉണ്ട്, ഒരു ഇജക്ഷൻ റെഗുലേറ്റർ ഉണ്ട് അല്ലെ? താഴെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണാൻ പറ്റും. അതിനപ്പുറം സൈസിലേക്ക് അത് വരുമോ? ഇല്ല. അപ്പൊ അതാണ് ഇജക്ഷൻ റെഗുലേറ്റർ. സോ നമുക്ക് എത്രയാണോ വേണ്ടത് ആ സർഫസ് ഓഫ് ദ ഡൈ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ദെൻ ഡൈ എന്ന് പറയുന്നത് എന്താണ്? ലോവർ പഞ്ചും അപ്പർ പഞ്ചും കംപ്രസ് ചെയ്ത ഗ്രാന്യൂളിനെ ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ആളാണ് ഡൈ. ഡ്രൈവിംഗ് വീൽ എന്ന് പറയുന്നത് എന്താണ്? ഇടിയപ്പത്തിന്റെ അച്ഛനെ മേളിൽ കാണില്ലേ ഒരു കറക്കുന്ന സാധനം, അതിനാണ് ഡ്രൈവിംഗ് വീൽ എന്ന് പറയുന്നത്. നമ്മുടെ ലോവർ പഞ്ചിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് ഡ്രൈവിംഗ് വീൽ. ഓക്കെ, സോ അപ്പർ പഞ്ചും ഹോൾ ഷൂവും എല്ലാത്തിന്റെയും മൂവ്മെന്റ്. ഇനി ആരാ അൺമ്യൂട്ട് ചെയ്യാട്ടെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരോ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന അഞ്ജന വന്നോണ്ടിരിക്കുമായിരിക്കും അല്ലേടാ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം വർക്കിംഗ് ഓഫ് ടാബ്ലറ്റ് മെഷീൻ നോക്കാം. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എങ്ങനെയാ ടാബ്ലറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നതെന്നാ ഞാൻ പറയുന്നത് കേട്ടോ. സോ ആദ്യം എന്ത് ചെയ്യണം? ടാബ്ലറ്റ് അപ്പർ പഞ്ച് റൈസ് ചെയ്യണം. അപ്പർ പഞ്ച് റൈസസ് ടു അലൗ ദ ഹോപ്പർ ഷൂ ടു മൂവ് ഓവർ ദ ഡൈ. അതായത് ആദ്യം മേളിലുള്ള പഞ്ച് മാറിക്കൊടുക്കുക, മേളിലുള്ള പഞ്ച്
പഞ്ച് മാറുമ്പോൾ നമ്മുടെ ഹോപ്പർ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്പേസ് കിട്ടും. സോ അപ്പർ പഞ്ച് മാറ്റിക്കൊണ്ട് ഹോപ്പർ ഷൂവിന് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്ത് നമുക്ക് ഡൈനെ ക്ലോസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ലോവർ പഞ്ചിനെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാന്യൂളിനെ ഫീഡ് ചെയ്യും. എന്നിട്ട് ആ ഷേക്കിംഗ് മൂവ്മെന്റ് കൊണ്ട് ആ ഫ്ലോ ഓഫ് ഗ്രാന്യൂൾസ് നമ്മൾ യൂണിഫോം ആക്കും. ഷൂ നമ്മൾ കുറച്ച് റെസ്റ്റിന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പർ പഞ്ച് ഉപയോഗിച്ച് ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യുക. കംപ്രസ് ചെയ്തതിന് ശേഷം ഈ അപ്പർ പഞ്ചിനെ മുകളിലേക്ക് മാറ്റുക. ലോവർ പഞ്ച് എന്ത് ചെയ്യുന്നു? ആ സർഫസിലേക്ക് പൊങ്ങിക്കൊണ്ട് ടാബ്ലറ്റിനെ ഇജക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഇതേ പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഹോപ്പർ എന്ന് പറയുന്നത് ഈ പൗഡർ ഇട്ട് കൊടുക്കാനുള്ളൊരു സ്ഥലമാണ്. ബാക്കി നിങ്ങൾ ഇടിയപ്പത്തിന്റെ അച്ച് വിചാരിച്ചാൽ മതി. ഒരു അപ്പർ പഞ്ചും ഉണ്ടാവും, ലോവർ പഞ്ചും ഉണ്ടാവും. ടാബ്ലറ്റ് ഇജക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോവർ പഞ്ച് പൊങ്ങി വന്നിട്ട് തെറിപ്പിച്ചാൽ മാത്രമേ ടാബ്ലറ്റ് നമുക്ക് ഇജക്ട് ആയി കിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട പോർഷൻ അല്ല, പക്ഷെ അറിയാം കേട്ടോ. സോ ടാബ്ലറ്റ് മേക്കിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ഇജക്ഷൻ ഓഫ് മെഷീൻ കപ്പാസിറ്റി ആൻഡ് കംപ്രഷൻ. ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന സമയം നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് അതിനെ കൃത്യമായിട്ട് ലോക്ക് ചെയ്യണം. ഈ മെഷീൻ എന്ന് പറയുന്നത് ഗ്രാന്യൂളിൽ നിന്ന് ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ടാബ്ലറ്റ് പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, റെഗുലർ ആയിട്ട് ഈ മെഷീൻ നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ മെയിൻലി ഫോർ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്. പിന്നെ വരുന്നത് മൾട്ടി പഞ്ച് ടാബ്ലറ്റ്. മൾട്ടി പഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു 2 മുതൽ 12 ഡൈകൾ വരെ ഉണ്ടാകും. ഓക്കെ, സോ നമ്മൾ സിംഗിൾ പഞ്ച് പറഞ്ഞ പോലെ തന്നെയാണ്, ഡൈയുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെന്ന് മാത്രമേ മൾട്ടി പഞ്ചിനകത്ത് വ്യത്യാസമുള്ളൂ. ഓക്കെ, ദെൻ ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള റോട്ടറി ടാബ്ലറ്റ് മെഷീൻ പറയുന്നത്. ലാർജ് സ്കെയിലാണ്, 70 സെറ്റ് പഞ്ചുകളും ഡൈകളും ഉണ്ട്. അതുകൊണ്ട് ഒരു മിനിറ്റിൽ എത്ര ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും റോട്ടറി ഉപയോഗിച്ച്? ഒന്ന് പറഞ്ഞേ, ഒരു മിനിറ്റിൽ എത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റും റോട്ടറി? ഒന്ന് പറഞ്ഞേ. 1200 നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. 70 സെറ്റ് ഓഫ് ഡൈസ് ആൻഡ് പഞ്ചസ് ഉണ്ട്. ഇനി വർക്കിംഗ് നോക്കാം. അപ്പർ പഞ്ച് ഫിക്സ് ചെയ്യുക, ലോവർ പഞ്ച് ഫിക്സ് ചെയ്യുക, ഡൈസിന് റോട്ടറി മെഷീനിൽ സെറ്റ് ചെയ്യുക. ഈ ഫീഡ് ഫ്രെയിമിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ എന്താ പറയാ, ഒരു ട്രെയിൻ പാളം പോലെ കരുതിയാൽ മതി. ട്രെയിനിന്റെ വീലില്ലേ, അതേപോലെ മനസ്സിൽ വിചാരിക്കുക. ട്രെയിനിന്റെ വീല് കറങ്ങുന്ന പോലെ ആയിരിക്കും ഈ അപ്പർ പിഞ്ചും ലോവർ പഞ്ചും കറങ്ങുന്നത്. ഓക്കെ, പണ്ടത്തെ ട്രെയിൻ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫീഡ് ഫ്രെയിമും അറ്റാച്ച് ആയിട്ടുണ്ടാവും. സോ ഫീഡ് ഫ്രെയിമിലേക്ക് നമ്മൾ ഗ്രാനുവൽ ഇട്ട് കൊടുക്കുന്നു. അത് കംപ്രസ് ചെയ്ത് ടാബ്ലറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡ്രൈ കോട്ട ടാബ്ലറ്റ് മെഷീൻ പറയാം. ഡ്രൈ കോട്ട എന്ന് പറയുന്നത് മൾട്ടി കംപ്രസ്ഡ് മൾട്ടി കളേർഡ് പ്രസ് കോൾഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഡ്രൈ കോട്ട ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മെഷീൻ എന്ന് പറയുന്നത് 2 റോട്ടറി മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഒരു ഡ്രൈ കോട്ട മെഷീൻ വർക്ക് ആവുന്നത്. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഒരു കോർ ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ ഒരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്ത് കംപ്രസ് കോട്ടിങ് ചെയ്യുന്നു. ഇതാണ് ഡ്രൈ കോട്ട ടാബ്ലറ്റ് മെഷീന്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഒന്ന് കേട്ടെ, മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളാണ് പറയുന്നത്. ഏറ്റവും ആയത് ക്യാപ്പിംഗ്, ഏറ്റവും മുകളിലത്തെ ടോപ്പ് മോസ്റ്റ് ലെയർ ഓക്കെ റിമൂവ് ആയി പോകുന്നതിനാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദ ടോപ്പ് ഓർ ബോട്ടം പോർഷനാണ് ക്യാപ്പിംഗ്. പിക്കിംഗ് ആൻഡ് സ്റ്റിക്കിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ച് ഡൈയിലേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പിക്കിംഗ് എന്ന് പറയുന്നത്. ഇൻ പിക്കിംഗ് മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു from upper punch from the upper surface of the tablet. In case of sticking, the material stick to the wall of the die. Mottling എന്ന് പറഞ്ഞാൽ എന്താ? കളർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരിക്കില്ല. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളറിനെയാണ് മോട്ട്ലിംഗ് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ് കംപ്രസ് ചെയ്യുന്ന സമയം എല്ലാ ടാബ്ലറ്റും ഒരേ വെയിറ്റ് അല്ല എങ്കിൽ അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഓക്കെ, വെയിറ്റ് വേരിയേഷൻ എല്ലാത്തിനും ഒരേ വെയിറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഹാർഡ്നെസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വെയിറ്റ് വേരിയേഷൻ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ടാബ്ലറ്റിന് ഈ പറഞ്ഞ യൂണിഫോം ഹാർഡ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, കട്ടി കൂടുതലായിരിക്കും. അപ്പർ പഞ്ചിന്റെയും ലോവർ പഞ്ചിന്റെയും ഒരു കംപ്രഷന്റെ ഇതുകൊണ്ട് ഹാർഡ്നെസ്സിൽ എന്തുണ്ടാവുന്നു? വേരിയേഷൻ ഉണ്ടാവുന്നു. ഇനി കോട്ടിംഗ് ഓഫ് ടാബ്ലറ്റ്. ഓക്കെ, കോട്ടിംഗ് ഓഫ് ടാബ്ലറ്റ് 2 തരത്തിലാണുള്ളത്. എന്തൊക്കെയാണുള്ളത്? പാൻ കോട്ടിംഗ് ആൻഡ് പ്രസ് കോട്ടിംഗ്. പാൻ കോട്ടിംഗ് എന്താണ്?
കോട്ടിങ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ കൊണ്ടുള്ള പാനിലായിരിക്കും നടക്കുന്നത്. പ്രസ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടെക്നിക് ഗ്രാനുൾസ് ഓഫ് കോട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ മെറ്റീരിയലിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രൈ കോട്ട റോട്ടറി മെഷീന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവനെ കോട്ട് ചെയ്യും. ഞാൻ ഇത് പറഞ്ഞ പാൻ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രൈങ് പാനകത്ത് മീൻ വറക്കത്തില്ലേ, അതേപോലെ കോപ്പറോ സ്റ്റീലോ പോലുള്ള ഒരു പാത്രത്തിന്റെ അകത്ത് കോട്ട് ചെയ്യുന്നതാണ് പാൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. പ്രസ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇപ്പൊ ഡ്രൈ കോട്ടൺ മെഷീൻ പോലെ തന്നെ അപ്പൊ സൈഡിൽ കൂടെ ഇങ്ങനെ സ്പ്രേ വന്നോണ്ടിരിക്കും. ഡ്രഗ് ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്പ്രേ വെച്ചിട്ട് എന്താ പറയാ ഡ്രഗിന് ചുറ്റും എന്ത് ചെയ്യും, ഒരു കോട്ടിംഗ് പോലെ ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഷുഗർ കോട്ടിംഗ്. ഷുഗർ കോട്ടിംഗ് യൂഷ്വലി ചെയ്യുന്ന ഏത് മെത്തേഡ് യൂസ് ചെയ്ത, യൂസിങ് പാൻ കോട്ടിംഗ്. പാൻ കോട്ടിംഗ് യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഗർ കോട്ടിംഗ് ചെയ്യുന്നത്. ഡ്രൈഡ് ബൈ ദ പാൻ കോട്ടിംഗ് മെത്തേഡ് അൺപ്ലസന്റ് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് ഷുഗർ കോട്ടിംഗ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. 2-3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് സീവിങ്. സീവിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈൻ പൗഡർ അല്ലെങ്കിൽ ബ്രോക്കൺ പീസസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോട്ട് ചെയ്യാൻ പറ്റും അല്ലെ. So the tablet to be caught അല്ലെങ്കിൽ shaken a suitable seed to remove the fine powder and broken piece. നല്ല ടാബ്ലറ്റിനെ മാത്രമല്ലേ നമുക്ക് കോട്ട് ചെയ്യേണ്ടു. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പൊട്ടിപ്പോയതിനെ സീവ് ചെയ്ത് മാറ്റുക. രണ്ടാമത് സീലിംഗ് ഈസ് ഡൺ ടു എൻഷുവർ എ തിൻ ലെയർ ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ, ഷെല്ലാക്കോ സെലുലോസോ സെലുലോസൈഡ് താലേറ്റോ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സീവിങ്ങിന് ശേഷം നല്ല ടാബ്ലറ്റിനെ എല്ലാം എന്ത് ചെയ്യും, സീൽ ചെയ്യും. സീൽ ചെയ്തതിനു ശേഷം ആദ്യമേ ഒരു കോട്ടിംഗ് കൊടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷുഗർ ആൻഡ് സം അതർ മെറ്റീരിയൽ, ജെലാറ്റിനോ അക്രീഷ്യോ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആദ്യം ഒരു കോട്ടിംഗ് കൊടുക്കും. പിന്നെ നമ്മൾ ഷുഗർ കോട്ടിംഗ് കൊടുക്കും. ഷുഗർ കോട്ടിംഗ് എന്തിനു വേണ്ട, പ്രൊട്ടക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ ടേസ്റ്റ് മാസ്ക് ചെയ്യാനും ഉപയോഗിക്കാം. സെവറൽ കോട്ടിംഗ് ഓഫ് സിറപ്പ് അപ്ലൈ ചെയ്യുന്നു. കളർ മെറ്റീരിയൽസോ ഒപ്പാസിഫയിങ് ഏജന്റോ എന്നെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യും, 3 or 4 coats ഓഫ് സിറപ്പ് ആർ അപ്ലൈഡ് ഇൻ റാപ്പിഡ് സക്സഷൻ വിത്ത് ഡസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ കോൾഡ് എയർ ഈ സർക്കുലേറ്റഡ് ഫോർ each coat. Okay, then this forms a hard unsmooth coat. Next is polishing. Polishing in എന്ത് വെച്ചിട്ടാ, polishing is done using beeswax which is dissolved. beeswax എന്താ, beeswax emulsifying ഏരിയനകത്ത് പറഞ്ഞായിരുന്നല്ലോ, it is water in ഓയിൽ ആണോ, അതെ, വാട്ടർ ആൻഡ് ഓയിലിന്റെ എമൾസിഫയിങ് ഏജന്റ് ആണ് ബീസ്വാക്സ്. അതിന് ഓർഗാനിക് സോൾവെന്റിൽ മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ എന്ത് ചെയ്യും, കോട്ടിംഗ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഇത് എക്സാമ്പിൾസ് ആ പറഞ്ഞത്. ഫിലിം കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിലിം കോട്ടിംഗ് പോളിമർ ഉണ്ട്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി ഈഥൈൽ മീഥൈൽ സെല്ലുലോസ്, കാർബോവാക്സ്, പോളി എത്തിലീൻ ഗ്ലൈക്കോള്. ദെൻ ഫിലിം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഗർ കോട്ടിങ്ങും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിന് മുമ്പായിട്ട് ഉപയോഗിക്കാറുണ്ട്. എൻട്രി കോട്ടിങ്ങും നോൺ എൻട്രി കോട്ടിംഗ് ആയിട്ടുള്ള ടാബ്ലറ്റ്സും ഫിലിം കോട്ട് ചെയ്യാം, പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതല്ലേ. എൻട്രി കോട്ടിംഗ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ, ടു intention to release the medicament in the intestine. Okay, ഇനി evaluation നോക്കാം. shape of the tablet, appearance, content of active ingredient, uniformity of weight, disintegration, dissolution, mechanical strength, friability. Okay, so first one is shape of the tablet. അപ്പൊ ഫാർമക്കോപ്പി അനുസരിച്ച് ഷേപ്പ് ഓഫ് ദ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺവെക്സ് ആയിരിക്കും. സോ ഈ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ, ഷേപ്പ് ഓഫ് ദ ടാബ്ലറ്റ്. ഏതെങ്കിലും ടാബ്ലറ്റ് ബ്രോക്കൺ ആണ് അല്ലെങ്കിൽ അൺകോട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കോട്ടിങ്ങിന്റെ സയൻസ് ഇല്ലെങ്കിൽ അതും നമ്മൾ രേഖപ്പെടുത്തണം. കോട്ടിങ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കാണപ്പെടാറുണ്ട്. യൂണിഫോമിറ്റി ഓഫ് വെയിറ്റ് ആ പറയുന്നത്. അപ്പൊ നമ്മൾ യൂണിഫോമിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി 20 ടാബ്ലറ്റ് ആണ് എടുക്കുന്നത്, എന്നിട്ട് അവരുടെ ആവറേജ് വെയിറ്റ് എടുക്കും. ഓക്കെ, അപ്പൊ 80 mg അല്ലെങ്കിൽ ലെസ് ആയിട്ടുള്ള ഒരു 10% വേണം. 80-ൽ കൂടുതലും 250-ൽ താഴെയുള്ളതും ഒരു 7.5 ഉണ്ടായിരിക്കണം. അതേപോലെ 250 mg അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ 5% ആയിരിക്കണം. 20 ടാബ്ലറ്റിന്റെ ഒരു റാൻഡം വെയിറ്റ് എടുക്കുമ്പോൾ എത്ര വേണം എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് യൂണിഫോമിറ്റി ഓഫ് കണ്ടന്റ്. യൂണിഫോമിറ്റി ഓഫ് കണ്ടന്റ് എന്താ? എല്ലാ ഡ്രഗിലും ഈക്വൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതിന് 30 ടാബ്ലറ്റ് എടുക്കുന്നു, 10 എണ്ണമാണ് ഇൻഡിവിജ്വലി അസൈ ചെയ്യുന്നത്. ദ ടാബ്ലറ്റ് പാസ് ദ ടെസ്റ്റ് ഇഫ് 9 ഓഫ് ദ ടാബ്ലറ്റ് മസ്റ്റ് കണ്ടെയ്ൻ not less than 85% and not more than 115% of the labeled drug content. The 10th tablet may contain less than 75% and more than 125% of the labeled content. Okay, so ഇനി ഈ കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് മീറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? 20 ടാബ്ലറ്റിനെ ഇൻഡിവിജ്വലി അസൈ ചെയ്യുക. 75% പാസ്സായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യില്ല? യൂണിഫോം ഓഫ് കണ്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ദെൻ ഡിസിന്റഗ്രേഷൻ ടെസ്റ്റ്, നമ്മൾ ഡിസിന്റഗ്രേഷൻ ടൈം ആണ് അതിൻ്റെ അകത്ത് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എത്ര പ്രാവശ്യം എന്നുള്ളത് 6 സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബിന്റെ അകത്താണ്, 6 റിജിഡ് ബാസ്ക്കറ്റ് ടൈപ്പ് അസംബ്ലി ഉള്ള 6 സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ 6 ബാസ്ക്കറ്റ് എടുക്കുക, 6 സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ്സ് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡ്രഗുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 28 to 32 ടൈംസ് 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യണം. സോ നമ്മൾ കുറച്ച് സമയം കൺസിഡർ ചെയ്യുക. ആഫ്റ്റർ സെർട്ടൺ ടൈം നമ്മൾ എന്ത് ചെയ്യണം? എത്രത്തോളം ഡ്രഗ് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. ഓക്കെ, ഈ 1000 ml ബീക്കറിലുള്ള ലിക്വിഡ് മീഡിയത്തിനകത്ത് നല്ല രീതിയിൽ ഡിസോൾവ് ആയിട്ടുണ്ട് എങ്കിൽ അത് ഡിസൊല്യൂഷൻ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നെക്സ്റ്റ് വൺ ഇസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. മോൺസാന്റോ ഹാർഡ്നെസ് ടെസ്റ്റും ഫൈസർ ടാബ്ലറ്റ് ഹാർഡ്നെസ് ടെസ്റ്റും 2 ടെസ്റ്റുകളാട്ടോ ഉള്ളത്. സോ ഫ്രയബിലിറ്റി ടെസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു ഇവാലുവേറ്റ് ദ എബിലിറ്റി ഓഫ് ദ ടാബ്ലറ്റ്, അല്ലെങ്കിൽ ടു വിത്ത്സ്റ്റാൻഡ് ദ വിയർ ആൻഡ് ടിയർ ഇൻ പാക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്. അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടാബ്ലറ്റ് നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഫ്രയബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന അപ്പാരറ്റസ് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രയബിലേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്രയബിലേറ്റർ. നെക്സ്റ്റ് വൺ ഇസ് അത്രല്ലേ ഉള്ളൂ സ്ലൈഡില്. മോൺസാരോ ഹാർഡ്നെസ് ടെസ്റ്റും അത് തന്നെയാണ്. ഡ്രഗിന്റെ ഹാർഡ്നെസ് എത്ര ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ മോൺസാന്റോ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്തത് കേട്ടോ. സോ ടാബ്ലറ്റ് ഒരു ബിഗ് ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ നമ്മൾ അത് തീർത്തിട്ടുണ്ട്. സോ ഫ്രയബിലിറ്റി ടെസ്റ്റിന്റെ കേസ് പറയുമ്പോൾ ഈ സ്ലൈഡിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം, ഒന്ന് എഴുതിയെടുത്തുകൂടുക. ഫ്രയബിലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അപ്പാരറ്റസ് യൂഷ്വലി ഒരു പ്ലാസ്റ്റിക് ചേംബർ ആയിരിക്കും. ഓക്കെ, 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. സ്പീഡ് എന്ന് പറയുന്നത് 25 റെവല്യൂഷൻ പെർ മിനിറ്റ് ആയിരിക്കും. എത്രയാണ്? 25 റെവല്യൂഷൻ പെർ മിനിറ്റ്. ഓക്കെ, 20 ടാബ്ലറ്റ് എടുക്കുക, പ്ലാസ്റ്റിക് ചേംബറിലേക്ക് പ്ലേസ് ചെയ്യുക, 4 മിനിറ്റ് എടുത്ത് 100 റെവല്യൂഷൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞു 1 മിനിറ്റിലുള്ള റെവല്യൂഷൻ എത്രയാണ്? 25. അപ്പൊ 4 മിനിറ്റിൽ എത്ര റെവല്യൂഷൻ കിട്ടും? 100. അപ്പൊ 100 റെവല്യൂഷൻ ആയിരിക്കും നമുക്ക് 4 മിനിറ്റിനുള്ളിൽ കിട്ടുക. സോ ഓരോ റെവല്യൂഷന്റെ സമയത്തും ഒരു ടാബ്ലറ്റ് 6 ഇഞ്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ 100 റെവല്യൂഷൻസ് കഴിയുമ്പോൾ നമ്മുടെ ടാബ്ലറ്റിനെ എടുക്കുക, വെയിറ്റ് എടുക്കുക. അപ്പൊ അതിന്റെ വെയിറ്റിനുള്ള നഷ്ടം അല്ലെങ്കിൽ ലോസ് ആണ് ഫ്രയബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ടാബ്ലറ്റ് ആർ കൺസിഡർഡ് ടു ബി ഗുഡ് ക്വാളിറ്റി if the loss in weight is less than 0.8. okay, 0.8നേക്കാൾ കുറവാണെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ഡ്രഗ് ആണ്, നല്ല ഫ്രയബിലിറ്റി ഉണ്ട് എന്നാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് വരുന്നത് ഈ ഇവാലുവേഷൻ ഓരോന്നും എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കിക്കേ, ടാബ്ലറ്റിന് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കിക്കേ. എല്ലാരും ഒന്ന് ഫോൺ എടുത്ത് ടാബ്ലറ്റിന്റെ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. ടൈപ്സ് ഓഫ് ടാബ്ലറ്റിന്റെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് കംപ്രഷൻ, ഏതൊക്കെയാണ് ഏജന്റ്, ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രസ് കോട്ടിങ്, ഫാൻ കോട്ടിങ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ പറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതിയേ. ടാബ്ലറ്റിന്റെ നോട്ട് ഇത് തന്നെയാണ്, കുറച്ചും കൂടെ ഒരു പിക്ചറൈസേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. അതാണ് 2 ടാബ്ലറ്റിന്റെ ഇട്ടത്. ക്യാപ്സ്യൂൾ ഒരു ചെറിയ സ്ലൈഡ് ആണ്, പക്ഷേ
ടാബ്ലറ്റ് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, സോറി, ക്യാപ്സ്യൂൾ നമുക്ക് നാളെ എടുക്കാം. ഇനി ടാബ്ലറ്റിന്റെ അകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണമല്ലോ. ഇന്ന് തന്നെ എല്ലാരും ഇരുന്ന് പഠിക്കാം കേട്ടോ. ഞാൻ ടാബ്ലറ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കട്ടെ, പ്രിപ്പയർ ചെയ്ത് വെക്കാം, അത് തരാം. നാളെ നമുക്ക് ക്യാപ്സ്യൂൾസ് തീർക്കണം. ഇന്നൊരു ഫാർമസ്യൂട്ടിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് സ്റ്റെറിലൈസേഷനും ടാബ്ലറ്റും ക്യാപ്സ്യൂളും. ടാബ്ലറ്റ് നല്ലതുപോലെ ഇരുന്ന് പഠിക്കുക, ടാബ്ലറ്റ് ഡിഫക്റ്റുകൾ പഠിക്കുക, ഓരോ തരത്തിലുള്ള ടാബ്ലറ്റും എന്താണ് എന്നും മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ് എവിടെ ഉപയോഗിക്കുന്നതാണോ, ഓറൽ ആണോ, ഈ ഇൻട്രാമസ്കുലർ ആണോ, പേരന്റൽ ആണോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഓക്കെ, ദെൻ പിന്നെന്താ, പിന്നെ ഇവാലുവേഷൻ ടെസ്റ്റുകൾ കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. നമ്മൾ എല്ലാ ദിവസത്തെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ എടുത്ത് ചോദിക്കുക. റെക്കോർഡിങ്സ് റിപ്പീറ്റഡ് ആയിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.